ഏറെ വിവാദമായ തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി മരണക്കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നു. കേസിൽ പ്രതികളായ പോലീസുകാർക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിച്ചാണ് കോടതി 9 പോലീസുകാർക്കും പരമാവധി ശിക്ഷ വിധിച്ചത്. അധികാര ദുർവിനിയോഗത്തിൻ്റെ ക്രൂരമായ മുഖമാണ് ഈ സംഭവത്തിൽ കണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. വധശിക്ഷയ്ക്ക് പുറമെ പ്രതികളായ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1,40,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കേസിൽ പ്രതിയായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. അച്ഛനെയും മകനെയും നഗ്നരാക്കി അതിക്രൂരമായി മർദ്ദിച്ച രീതി കുറ്റപത്രത്തിൽ വായിക്കുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങുന്നു എന്നാണ് കോടതി പറയുന്നത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ സാത്താൻകുളത്ത് നടന്ന 59 വയസ്സുള്ള പി ജയരാജ്, മകൻ 31 വയസ്സുള്ള ജെ ബെന്നിക്സ് എന്നിവരുടെ കസ്റ്റഡി മരണങ്ങൾ വളരെ പ്രമാദമായൊരു കേസായിരുന്നു. കൊറോണ ബാധിക്കപ്പെട്ട 2020 ജൂൺ 19-നാണ് സംഭവം തുടങ്ങുന്നത്. കോവിഡ് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അനുഭവിച്ചതിലും കൂടുതൽ നേരം തങ്ങളുടെ മൊബൈൽ ഫോൺ കട തുറന്നു വെച്ചു എന്നൊരു കുറ്റം ആരോപിച്ചാണ് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. കട അടക്കാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസുകാരും ബെന്നിക്സും തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കമാണ് പിന്നീട് ഈ കൊടും ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. ആദ്യം പിതാവ് ജയരാജിനെയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. പിന്നാലെ സ്റ്റേഷനിലെത്തിയ മകൻ ബെന്നിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജൂൺ 19-ന് രാത്രി സാത്താൻകുളം പോലീസ് സ്റ്റേഷൻ്റെ വാതിലുകൾ അടച്ചതിന് ശേഷം അവിടെ അരങ്ങേറിയത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പീഡനങ്ങളാണ്. കുറ്റപത്രത്തിലും ദൃക്സാക്ഷികളുടെ മൊഴികളിലും പറയുന്ന വിവരങ്ങൾ പ്രകാരം അച്ഛനെയും മകനെയും പോലീസുകാർ പൂർണ്ണമായും വിവസ്ത്രരാക്കി. പിന്നീട് മേശപ്പുറത്ത് കമിഴ്ത്തി കിടത്തി മണിക്കൂറുകളോളം ലാത്തി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഇവരുടെ പിൻഭാഗത്തും തുടകളിലും ലാത്തി കൊണ്ടുള്ള അടിയേറ്റ് തൊലിയും മാംസവും അടർന്നു പോയിരുന്നു. ഇവരുടെ രക്തം വാർന്നു വീണ് സ്റ്റേഷനിലെ തറ മുഴുവൻ പരന്നിരുന്നു എന്ന് ദൃക്സാക്ഷിയായ വനിതാ ഹെഡ് കോൺസ്റ്റബിൾ രേവതി പിന്നീട് മൊഴി നൽകിയിരുന്നു. അമിതമായി രക്തം വാർന്നതിനാൽ ഇവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ രക്തത്തിൽ കുതിർന്നു പോയിരുന്നു. പുതിയ ലുങ്കികൾ എത്തിച്ചു നൽകാൻ പോലീസ് ഇവരുടെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രാത്രിയിലുടനീളം 6 തവണയെങ്കിലും ഇവർക്ക് ലുങ്കികൾ മാറ്റേണ്ടി വന്നു. മാറ്റിയ വസ്ത്രങ്ങളെല്ലാം രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു. ഇങ്ങനെ രക്തസ്രാവം കാരണം അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. അച്ഛനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ബെന്നിക്സിന് കൂടുതൽ ക്രൂരമായ മർദ്ദനമേറ്റത്. വേദന കൊണ്ട് ഇരുവരും കരയുമ്പോഴും പോലീസുകാർ പരസ്പരം മാറി മാറി വന്ന് മർദ്ദനം തുടരുകയായിരുന്നു. ജൂൺ 20-ന് അവശരായ ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പോലീസിൻ്റെ ഭീഷണി ഭയന്ന് മജിസ്ട്രേറ്റിനോട് പീഡന വിവരം പറയാൻ ഇവർക്ക് കഴിഞ്ഞുമില്ല. മാത്രമല്ല ഇവരുടെ ശരീരത്തിലെ പരിക്കുകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. പിന്നീട് കോവിൽപ്പട്ടി സബ് ജയിലിലേക്ക് മാറ്റപ്പെട്ട ഇവരുടെയും ആരോഗ്യനില വഷളായി മാറി. കടുത്ത ആന്തരിക രക്തസ്രാവവും വൃക്കകളിലെ പ്രവർത്തനവും തകരാറിലായതിനെ തുടർന്ന് ഇവരെ കോവിൽപ്പട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂൺ 22-ന് രാത്രി ബെന്നിക്സും മണിക്കൂറുകൾക്ക് ശേഷം ജൂൺ 23-ന് പുലർച്ചെ ജയരാജും ആന്തരിക രക്തസ്രാവം മൂലവും പരിക്കുകൾ മൂലവും മരണത്തിന് കീഴടങ്ങി. ഈ സംഭവം തമിഴ്നാട്ടിലും ഇന്ത്യ ഒട്ടാകെയും വലിയ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി. സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും ജനങ്ങൾ നീതിക്കായി ശബ്ദമുയർത്തി. മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പിന്നീട് CBI ഏറ്റെടുത്ത കേസിൽ 5 വർഷത്തോളമാണ് വിചാരണ നീണ്ടുനിന്നത്. 100-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞത് അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീധർ, സബ് ഇൻസ്പെക്ടർമാരായ രഘു ഗണേഷ്, ബാലകൃഷ്ണൻ തുടങ്ങി 9 പോലീസുകാരെ CBI അറസ്റ്റ് ചെയ്തു. കൊലക്കുറ്റമാണ് ചുമത്തിയത്. സ്റ്റേഷനിലെ വനിതാ പോലീസുകാരിയായ രേവതിയുടെ ധീരമായ മൊഴിയാണ് ഈ കേസിൽ പോലീസുകാരുടെ ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയത്. സ്റ്റേഷനിലെ മേശപ്പുറത്തിൽ ലാത്തികളിലും രക്തക്കറയുണ്ടായിരുന്നതായും നിലവിളി കേട്ടതായും രേവതി പറഞ്ഞിരുന്നു. ലോക്ക്ഡൗണിൽ അനുവദനീയമായ സമയം കഴിഞ്ഞ് 15 മിനിറ്റ് കൂടി മൊബൈൽ ഫോൺ ഷോപ്പ് തുറന്നു വെച്ചു എന്ന കുറ്റത്തിനാണ് ജയരാജിനെയും മകനെയും പോലീസ് തല്ലിക്കൊന്നത്. 2 പേരുടെയും ജനനേന്ദ്രിയങ്ങൾ പോലീസ് അടിച്ചു തകർത്തു എന്നാണ് റിപ്പോർട്ട്. അപ്പീൽ പോയി ഇനി ഈ വധശിക്ഷയിൽ നിന്നും ഈ പോലീസുകാർ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കാം. പക്ഷേ നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നവരുടെ മനസ്സിന് ആശ്വാസമേകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ കോടതികളിൽ പൗരസമൂഹത്തിൻ്റെ വിശ്വാസം വീണ്ടും ഉറപ്പിക്കുന്നതാണ് ഈ കോടതി വിധി.